ഞാൻ പലപ്പോഴും ജോണിയോട് പറഞ്ഞിട്ടുണ്ട്, ജോണി ആ CID മ്യൂസിയം ഒന്ന് ശരിയാക്കി താപ്പാ. ഞാനൊന്ന് പറഞ്ഞു തരട്ടെ, ഫ്ലോ പോവും. 27 നമ്മൾ CID മ്യൂസിയം കൊണ്ടുവരും എന്നാ പറഞ്ഞിരിക്കുന്നത്. കർഗശാലന്റെ സഹോദരങ്ങൾക്ക് നമസ്കാരം. സുഖല്ലേ? നമുക്കെല്ലാവർക്കും വലിയ സന്തോഷമുള്ള ഒരു സായാഹ്നമാണ്. ഞാനൊന്ന് പറഞ്ഞു തരട്ടെ, ഫ്ലോ പോവും. വരാം. എൻ്റെ അടുത്ത സുഹൃത്തും ഒരു സഹോദരനുമായ ശ്രീ ലിസ്റ്റിൻ, അദ്ദേഹം ഒരു നിർമ്മാതാവായി, വിതരണക്കാരനായി, തിയേറ്റർ ഉടമയായി എല്ലാ മേഖലയിലും മലയാള സിനിമയുടെ ഇപ്പോഴത്തെ മുന്നോട്ടുള്ള യാത്രയിൽ അല്ലെങ്കിൽ വളർച്ചയിൽ വലിയൊരു സാന്നിധ്യം വഹിക്കുന്ന 42 എനിക്ക് തോന്നുന്നു 45ാമത്തെ തിയേറ്ററാണ് ഇത്. ഇനിയും തിയേറ്ററുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. പണ്ട് ഒരു കാലത്ത് നമ്മുടെ തിയേറ്ററുകൾ അടച്ചുപോയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിനുശേഷം ഡിജിറ്റൽ വിപ്ലവത്തില് പുതിയ രീതിയിൽ, അതുപോലെ തന്നെ 33 വർഷക്കാലം ഇൻഡസ്ട്രിയിൽ ഒരു കലാകാരൻ എന്ന രീതിയിൽ എന്നെ നിലനിർത്തിയ നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ കൈപിടിച്ചെന്ന് നന്ദി പറയുകയാണ്. ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ജോണി ഇവിടെ നിന്ന് ജോണി അഭിനയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും ജോണിയോട് പറഞ്ഞിട്ടുണ്ട്, ജോണി ആ CID മ്യൂസിയം ഒന്ന് ശരിയാക്കി താപ്പാ. അപ്പൊ എല്ലാം അഭിനയത്തിന്റെ പുറകെയാണ് ജോണി, ഭയങ്കര ബിസിയാ. പക്ഷെ ഇന്ന് ജോണി തന്നെ കയറി പറഞ്ഞിരിക്കുകയാണ്, ഇവിടെ 27 നമ്മൾ CID മ്യൂസിയം കൊണ്ടുവരും എന്നാ പറഞ്ഞിരിക്കുന്നത്. ജോണിയുടെ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ നമ്മുടെ മലയാള സിനിമയിലെ ഒരുപാട് സുഹൃത്തുക്കള് ഈ വേദിയിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. പിന്നെ ഒന്നേ പറയാനുള്ളൂ, എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്റെ സിനിമ വരുമ്പോൾ നിങ്ങൾ വന്ന് കാണണേ. ഇതുപോലെ തിയേറ്ററിൽ ആവേശം ഉണ്ടാക്കണേ. വലിയ സന്തോഷം. എല്ലാവർക്കും എല്ലാ നന്മകളും, ഈദ് മുബാറക്, ഹാപ്പി ഈസ്റ്റർ എല്ലാം നേരുന്നു. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ഇതിലൂടെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഈ ഒരു സൈഡില് കുറെ നേരമായിട്ട് ഇത്രയും സ്നേഹം പറഞ്ഞ